പ്രിയ ദൈവപൈതലേ, നിന്നെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കുന്ന ചില രഹസ്യമായ നീക്കങ്ങൾ ഗൗരവത്തോടെ നീ പ്രാർത്ഥനാമുറി സമയം സ്പെൻഡ് ചെയ്താൽ സ്വർഗത്തിലെ ദൈവം നിനക്കത് വെളിപ്പെടുത്തി തരും. സിമ്പിളായിട്ട് വെളിപ്പെടുത്തി തരും. 2, ആ വെളിപ്പെടുത്തി തരുന്നതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കാനും ആത്മാവിൻ്റെ കരുത്ത് പ്രാപിച്ച് മുന്നോട്ട് പോകണം. ഈ പ്രഭാതം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചു വരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ ഇങ്ങനെ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. നോക്കിയേ, തൻ്റെ മക്കളെ ദൈവം തൻ്റെ ആലോചന പ്രകാരം രക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത്. നിങ്ങൾ ദൈവാലോചനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണോ? വളരെ ഗൗരവത്തോടെ ഞാൻ പറയാം, ദൈവാലോചനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു ഇൻസിഡൻറ്റിനും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് അത് ഞാൻ പറയുന്ന പ്രവാചകന്മാരുടെ വാക്കുകളുടെ പുറകെ പോകണം എന്നുള്ളതല്ല. ദൈവം നിന്നോട് സംസാരിച്ച് ഇടപെടുന്നതിന് ഉറപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെ അയക്കും. ആ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ നീ ധൈര്യപ്പെടും. ഇവിടെ നോക്കിയേ, അരാമ്യ സൈന്യം ഇസ്രായേലിലെ പല സ്ഥലങ്ങൾ നോക്കി കണ്ടിട്ട് അവിടേക്ക് പഴുതുണ്ടാക്കി നുഴഞ്ഞു കയറാൻ ഭൃത്യന്മാരെ അയക്കുമ്പോൾ, പടയാളികളെ അയക്കുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ പഴുതുണ്ടാക്കുന്ന തിരിച്ചറിഞ്ഞ എലീശ അതിനെ അടയ്ക്കാൻ രാജാവിനോട് കൽപ്പിക്കുന്ന, രാജാവിനോട് പറയുന്ന കാര്യങ്ങളാണ് ഈ 6-ാം അധ്യായത്തിൻ്റെ ഈ 2-ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇസ്രായേൽ രാജാവ് വലിയ ആത്മീയൊന്നുമല്ല, പക്ഷേ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എലീശ ഉണ്ടായിരുന്നു. അതെ, കാരണം അവൻ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിലെ ജനം കഷ്ടത അനുഭവിക്കാൻ പാടില്ല. അതിനകത്ത് പാവപ്പെട്ട പ്രാർത്ഥനാ മനുഷ്യരുണ്ട്, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനമുണ്ട്. അവർ ഇവരുടെ കുഴപ്പനിമിത്തം പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എലീശ എന്ത് ചെയ്തു? തൻ്റെ പ്രാർത്ഥനാമുറിയിൽ ആത്മാവിൻ്റെ സ്ക്രീനിനകത്ത് കണ്ട കാഴ്ച ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത്. ഇന്നിടത്തോട്ട് ഇതാ വരുന്നുണ്ടേ, ഇന്നിടത്തോട്ട് ഇതോ വരുന്നുണ്ടേ, നമ്മളത് സീരിയസ് ആയിട്ട് കാണുന്നില്ല, അവരിത് അവിടേക്ക് വരുന്നുണ്ടേ എന്ന് ഹല്ലേലൂയ പറഞ്ഞ നിമിത്തം അരാം രാജാവിന് എന്തുവാ ഈ തൻ്റെ ഭൃത്യന്മാരോട് ദേഷ്യം തോന്നി. കാരണം നമ്മൾ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തത് എങ്ങനെയാ അവരുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ആരോ ചാരന്മാരുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് ആരോ ഒറ്റുന്നവരുണ്ടല്ലോ. ആരാ? മര്യാദയ്ക്ക് പറഞ്ഞോണം ഇപ്പം എന്ന് പറയുമ്പോൾ ഭൃത്യന്മാർ പറഞ്ഞു, രാജാവേ അങ്ങനല്ല, നീ അരമനയ്ക്കകത്ത് കണക്ക് കൂട്ടുന്ന കാര്യം അവിടെ പ്രാർത്ഥനാമുറിയിൽ എലീശായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കണ്ടോ, ഇത് രാജാവിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? പ്രകോപിപ്പിച്ചു. അങ്ങനാണ്, നിന്നെയും കൂടെ തകർത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് രാജാവ് വരുന്നത് പക്ഷേ ദൈവം വെളിപ്പെടുത്തുന്നില്ല. രാജാവല്ല, തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നത് പക്ഷേ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ച് രാജാവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് അരാം ദേശത്തേക്ക് തിരികെ അയച്ചു. പിന്നീട് അവർ മടങ്ങി വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത് കേട്ടോ. ചിലത് മടങ്ങി വരാതെ വണ്ണം നിന്നെ ഫോളോ ചെയ്യുന്ന, നിന്നെ പിന്തുടരുന്ന, നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ചിലത് ഇനി ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം, ഈ സന്ദേശം ഞങ്ങൾക്കങ്ങ് ദാനമായിട്ട് തന്നല്ലോ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കളെ അകാരണമായി ഫോളോ ചെയ്യുന്ന ചിലതുണ്ടല്ലോ. അവരുടെ ജീവൻ്റെ നേരെ, അവരുടെ ശരീരത്തിൻ്റെ നേരെ, നന്മകളുടെ നേരെ, തലമുറകളുടെ നേരെ ഫോളോ ചെയ്യുന്ന അകാരണമായിട്ടുള്ളതിനെ ഞാൻ ആത്മാവി ക്യാൻസൽ ചെയ്യുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ.
ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.